ഇവിടെ ഇവൾക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരു കോടീശ്വരനായ ഹസ്ബൻഡ് ഉണ്ടാകും, അതേസമയത്ത് ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടാവും. പക്ഷെ ഇവൾക്ക് കല്യാണം കഴിഞ്ഞ കാര്യം അറിയുന്ന ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ആൽക്കഹോളിന് അഡിക്റ്റ് ആവുകയാണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലും പോകുന്നുണ്ടാവില്ല. ഒരു ദിവസം ഇവൾക്ക് കോൾ ചെയ്യുന്ന അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവൻ ഇവളെ ഓർത്ത് സ്വയം ഇല്ലാതാവുന്ന കാര്യമെല്ലാം പറഞ്ഞ് ഹീറോന്റെ മേലെ ദേഷ്യപ്പെടും. ആ പറഞ്ഞതാണെങ്കിൽ ഹീറോനെ അഫക്ട് ചെയ്യാണ്. അവൻ ഇങ്ങനെ അവനുള്ള കാരണം ഇവളാണെന്ന് വിചാരിച്ച് ഇവൾക്ക് ഗിൽറ്റ് ആവുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹീറോയിനും അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ എങ്ങനെയെങ്കിലും അവളുടെ ഹസ്ബൻഡ് അറിയാതെ കാണാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇവളുടെ ഹസ്ബൻഡും വർക്കിന്റെ ആവശ്യത്തിനായിട്ട് ലണ്ടനിലേക്ക് പോകുന്ന കാര്യം ഹീറോനോട് പറയും. ആ കിട്ടിയ ചാൻസ് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഹീറോനാണെങ്കിൽ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ തീരുമാനിക്കും. പക്ഷെ അവൻ വരുന്ന സമയത്ത് ഇവൾക്ക് അവന്റെ മേലുള്ള ഗിൽറ്റ് മാറാൻ വേണ്ടിയും അവൻ ഇവളുടെ മേലുള്ള ദേഷ്യം മാറാൻ വേണ്ടി അവൻ എന്തെങ്കിലും കൊടുക്കണം വിചാരിക്കുകയാണ്. അങ്ങനെ അവസാനം ഇവളാണെങ്കിൽ സ്വയം അവൾ തന്നെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിക്കും. അതിനായിട്ട് ഇവളും അവന്റെ വീട്ടിലേക്ക് വരാൻ പറയാണ്. ഹീറോനെ ഒരു ഹോട്ടൽ സാരി നിൽക്കും. അപ്പം വീട്ടിലേക്ക് വന്നതും ഇവളാണെങ്കിൽ ആ ഡോർ ലോക്ക് ചെയ്ത് അവനോട് ക്ലോസ് ആവാൻ നോക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ മാറി പോകുന്നുണ്ടാവും. ഹീറോയിനും അവനെ സമാധാനിപ്പിക്കാനായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു നോക്കുകയാണ്. പക്ഷെ മെല്ലെ മെല്ലെ ഹീറോന്റെ വർത്തമാനമാണെങ്കിൽ അവൾ ഒരു തവണ യൂസ് ചെയ്തെന്നുള്ള രീതി മാറാൻ തുടങ്ങുകയാണ്. പക്ഷെ ഇവൾ ചെയ്യാൻ പോകുന്ന കാര്യം മനസ്സിലാക്കുന്നവനാണെങ്കിൽ ഹീറോന്റെ മേലെ ദേഷ്യപ്പെടുകയാണ്. ഹസ്ബൻഡ് ഉണ്ടായിട്ട് നിനക്ക് വേറൊരുത്തരോട് കിടക്കുന്ന ആണോ എന്ന് പറഞ്ഞ് ഇവളുടെ കൈ തട്ടി മാറ്റിട്ട് അവൻ വീട്ടിൽ ഇറങ്ങി പോവുകയാണ്. ഇവിടെ നിങ്ങൾ കാര്യം ചെയ്തതാണ് ശരിയെന്ന് തോന്നുന്നത് അത് കമന്റ് ചെയ്യുക. ആൻഡ് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക.